पुलत्തൊട്ടി चरण में तूने जन्म लिया यीशु सूर्य पे प्रिय विश्राम അപ്പോൾ ആ ഒറ്റ ലൈൻ എന്നെ ആ പുൽത്തൊഴുത്തിൽ നിന്നും കുരിശിലേക്ക് चरण में तूने जन्म लिया यीशु सूली पे प्रिय विश्राम सूली पे प्रिय विश्राम मुक्ति दिलाए सुना शांति दिलाए सुना हम सबके पापों को मिटाने हम सबके पापों को मिटाने यीशु हुआ बलिदान यीशु हुआ बलिदान അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന യേശു പുൽത്തൊഴുത്തിൽ പിറന്ന് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ച് ഉയർത്ത് അനന്തതയിലേക്ക് നീങ്ങുന്ന. അപ്പോൾ അതിൽ സോ മെനി ഫാക്ടേഴ്സ് ആർ ദർ. അതിനകത്തൊരു പ്രധാന ഫാക്ടറാണ് ലൂക്ക സുവിശേഷകൻ മാത്രം എഴുതിയിരിക്കുന്ന ഒരു കാര്യം. യേശുവിൻ്റെ ബാല്യകാലം അല്ലെങ്കിൽ യേശുവിൻ്റെ ഹിഡൻ ലൈഫ് ഓഫ് 30 years, 30 വർഷത്തെ ആ ഹിഡൻ ലൈഫിനെ നമ്മൾ ആരും വേണ്ട മാതിരി പഠിക്കുന്നില്ല. ഇപ്പോൾ ജീസസ് വണ്ട സീരീസിൽ ഐ ആം ബിഗിനിങ് അനദർ സീരീസ് ഓൺ ബാലനായ യേശു. യേശുവിൻ്റെ ബാല്യകാലത്തെ കുറിച്ചുള്ള ഒരു സീരീസ്. യേശു മാതാപിതാക്കളോടൊപ്പം കളിക്കുന്നതും അവരെ സഹായിക്കുന്നതും അത് കഴിഞ്ഞ് യേശു ദേവാലയത്തിൽ ജെറുസലേം ദേവാലയത്തിൽ പോകുന്ന അവിടെ വേദശാസ്ത്രികളുമായിട്ട് സംസാരിക്കുന്നതും അതിനുശേഷം ഉള്ള യേശുവിൻ്റെ ജീവിത കാലഘട്ടമാണ് അതിനകത്ത് ചിത്രീകരണം. ഐ ഹോപ്പ് ദാറ്റ് വിൽ ബി വെരി ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഫോർ മെനി. അപ്പോൾ അതൊരുപാട് റിസർച്ച് ഓറിയൻറ്റഡ് ആണ്. എങ്ങനെയായിരിക്കാമെന്ന് യേശു സംസാരിച്ചത്. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു യേശുവിൻ്റെ ഒരു പ്രത്യേക രഹസ്യം. ലൂക്ക പറയുന്നത് the child grew and became strong. എന്തായിരുന്നു അവൻ വല്ല വർക്കൗട്ട് സ്റ്റേഷനിലോ ബോഡി ബിൽഡിങ്ങോ എന്താ ചെയ്തത്? What was that strong strength? Filled with wisdom. ഭയങ്കര ഒരു ഫാക്ടർ. ശിശു വളർന്ന് ശക്തി പ്രാപിച്ചു. എങ്ങനെ ശക്തി പ്രാപിച്ചു? ജ്ഞാനം നിറഞ്ഞ് ശക്തി പ്രാപിച്ചു എന്ന് പറഞ്ഞ എല്ലാവരും ജ്ഞാനം നിറഞ്ഞ് ശക്തി പ്രാപിച്ചു. ഇപ്പോ ഷാലോമിലെ എൻ്റെ ഒരു സീരീസ് ഓഫ് ടോക്ക് ഞാൻ ഐ ബിഗാൻ ടു സ്പീക്ക് ഓൺ വിസ്ഡം ആൻഡ് ഇറ്റ് വെന്റ് ടു 10 episodes. 10 episodes ഒറ്റ ദിവസം ഷൂട്ട് ചെയ്തതാണ്. 10 episodes, maybe 2 days. But I never thought I will be able to speak so much about wisdom. 10 episodes. ഈ ബോംബെയിലുള്ള ഷീ ഈസ് ഫോളോയിങ് ഇറ്റ് അപ്പ്. എന്നിട്ട് എല്ലാ ദിവസവും ആ ടോക്ക് കഴിയുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും, we feel we are nowhere. We are nowhere. എനിക്ക് തോന്നുന്നത് how we miss this aspect of wisdom. പലപ്പോഴും 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞാലും ഒരു ടോക്ക് പോലും വിസ്ഡത്തെ കുറിച്ച് നമ്മൾ കേൾക്കാറില്ല. ഒരിക്കലൊരു സഹോദരി ധ്യാനം, അപ്പൊ എൻ്റെ ധ്യാനത്തിൽ ഞാനിങ്ങനെ വിസ്ഡത്തെ കുറിച്ച് ഒരുപാട് പറയും. ബുക്ക് ഓഫ് വിസ്ഡം, ബുക്ക് ഓഫ് വിസ്ഡം, ബുക്ക് ഓഫ് വിസ്ഡം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ സഹോദരി എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ബൈബിളിൽ. മറ്റൊരിക്കൽ ഒരു കന്യാസ്ത്രീ, വളരെ നല്ലൊരു കന്യാസ്ത്രീ, വളരെയധികം വിദ്യാഭ്യാസമുള്ള കന്യാസ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, തോമസ്, ഐ ഫീൽ ashamed that I never read this book of wisdom. ഇത് രണ്ടും ഞാനിത് പറയുന്നത് ഒരു സാഹചര്യത്തിലല്ല,
വിശ്വാസത്തിൽ നമ്മൾ ഉയരേണ്ട ഒരു പ്രധാന ഏരിയയാണ് ജ്ഞാനം. അപ്പോൾ രണ്ട് തരത്തിൽ ഇപ്പോൾ ഞാനത് പറഞ്ഞു. ഒന്ന്, നമ്മൾ ജ്ഞാനസ്നാനമാണ് സ്വീകരിച്ചത്. ഇത് മലയാളത്തിൽ മാത്രമേ ഇത്ര മനോഹരമായ ഒരു വാക്കുള്ളൂ. മറ്റുള്ളവർക്ക് ബാപ്റ്റിസം എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളത് പറയുന്നത് എങ്ങനെയാണ്? ജ്ഞാനസ്നാനമാണ് നമ്മൾ സ്വീകരിച്ചത്. ഇനി എൻ്റെ ഒരു വേദനയോടെ പറയുന്നൊരു കാര്യം, നമ്മൾ ഈ ജ്ഞാനസ്നാനത്തിൻ്റെ ആ ഉദാശയുടെ ആഘോഷം തന്നെ വളരെ വികലമായിട്ടുള്ള, അതിനെ നമുക്കൊരു മാറ്റം വരുത്താൻ സാധിക്കുകയാണെങ്കിൽ. ഇപ്പം ഞാൻ ജ്ഞാനസ്നാനം ബാപ്റ്റിസത്തിനൊക്കെ പോകുമ്പോൾ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ സ്പീക്ക് സംതിങ് അബൌട്ട് ബാപ്റ്റിസം. ഓർ ഐ റെക്കമെൻഡ്, നിങ്ങൾ മാമോദീസ നടത്തുമ്പോൾ അതിന് മുൻപായിട്ട് അറ്റ്ലീസ്റ്റ് യു ഡൗൺലോഡ് വാട്ട് ഈസ് അബൌട്ട് ഈ കാറ്റഗിസത്തിൽ കൊടുത്തേക്കുന്ന 2-3 പാരഗ്രാഫ് എടുത്തിട്ട് കൊച്ചു പിള്ളേരെന്തെങ്കിലും കൊടുത്ത് മക്കളിരുന്ന് വായിക്കും. അങ്ങനെ നമ്മളൊരല്പം റീകലക്റ്റീവ് ആയിട്ട് ജ്ഞാനസ്നാനത്തിൽ ആഘോഷിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം, അതുപോലെ തന്നെ ഏഷ്യായിൽ 11-ാം അധ്യായം, ഏഷ്യ 11-ലാണ് ഈ എമ്മാനുവേൽ എങ്ങനെയാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത്, ഈ വരാനിരിക്കുന്ന രാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത്. ഇപ്പൊ അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഹി വിൽ ബി എ സൂപ്പർ കമ്പ്യൂട്ടർ, ഫുൾ ഓഫ് വിസ്ഡം. എന്നിട്ട് വാട്ട് ഹി വിൽ ഡു, ഹി വിൽ കണക്ട് ദാറ്റ് കമ്പ്യൂട്ടർ ടു എവരി സോൾ. അതല്ലേ ഇപ്പൊ സംഭവിച്ചേക്കുന്നത്. ജീസസ്, ദ സൂപ്പർ കമ്പ്യൂട്ടർ ഫുൾ ഓഫ് വിസ്ഡം, connected us through the baptism, so that he will rule us through his wisdom. What he will do, he will give his wisdom to us. So we are already configured with this central computer. മനസ്സിലായില്ലേ? So simple. So he will rule. അതാണ് സർവജ്ഞനായ ഭരണകർത്താവ്. അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലനം. പക്ഷേ കർത്താവിനെ സംബന്ധിച്ച് വിസ്മയനീയമൊന്നുമില്ല. ഈ കണക്റ്റഡ് വിസ്ഡം. അപ്പൊ അതിനെ മനസ്സിലാക്കേണ്ടത്, വാട്ട് വാസ് ദ റിയൽ സിൻ, ഫസ്റ്റ് ഫോൾട്ട് എന്തായിരുന്നു? യഥാർത്ഥമായ ആദ്യ പാപം എന്ന് പറയുന്നത്, അവരോട് പറഞ്ഞു, നിങ്ങൾ ആ തോട്ടത്തിലെ നടുവിലെ വൃക്ഷം അല്ലെങ്കിൽ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കണം. കുറച്ച് അറിവ് കൂടുതലിട്ടേക്കും. അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം ദിസ് ഡിവൈൻ അല്ലെങ്കിൽ നന്മ തിന്മകൾ തിരിച്ചറിയുക. പേ അറ്റൻഷൻ കേട്ടോ. നന്മ തിന്മകൾ തിരിച്ചറിയുക എന്ന ഒരു ഫാക്കൽറ്റി മനുഷ്യനില്ല, ഇപ്പോഴും ഇല്ല. That is a wisdom only from God. നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള കഴിവ്, അതാണ് യഥാർത്ഥ ജ്ഞാനം. Saint John Paul II in his book Thresholds of Hope, അതിനകത്ത് ഇതിനെ കുറിച്ച് റെഫർ ചെയ്തിട്ടുള്ള ഉദാഹരണം കൊടുത്തത് ഹിറ്റ്ലറിനെ കുറിച്ചാണ്. Hitler and his government felt it is very good, what? To kill all Jews. So for him, നന്മ തിന്മയുടെ തിരിച്ചറിവിൽ അവരെ സംബന്ധിച്ച് it was good for them. They decided it is good to kill all Jews. With what faculty they decided? ദൈവത്തിന്റെ നന്മ തിന്മകൾ തിരിച്ചറിയുന്ന ദൈവത്തിന്റെ ജ്ഞാനത്തിലാണോ അങ്ങനെ തീരുമാനിച്ചത്? ഓർ their own? There you go. അപ്പൊ ഇതാണ് ആദത്തിനും ഹവ്വയ്ക്കും സംഭവിച്ചത്. അതിനെ വേറെ വിധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, when the devil tricked them that if you eat this you will become like God, already Hawa said
No, no, the Lord said, you shall not eat that. The day you eat, you will die. Immediately the devil said, no, you will not die. Now this is the point. പക്ഷേ imagine at that time, wait a moment, let me talk to God. എന്ന് അവൾ പറഞ്ഞിരുന്നുവെങ്കിൽ പ്രശ്നം ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. അതായത് ഈ നന്മ തിന്മ, ഇപ്പൊ നന്മ ഇവൾക്കറിയാം, അത് തിന്നരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തിന്മ വേറൊരാൾ പറയാം, നോ, യു വിൽ നോട്ട് ഡൈ. നൗ ഷീ ഈസ് കൺഫ്യൂസ്ഡ്. യു ഗോട്ട് ദ പോയിന്റ്? She was sure about what God said. God said to her, you should not eat this. If you eat, you will die. അത് അവൾക്കറിയാം. അവൾ തന്നെ പറയാം, ഇങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് അവൾ പറയുമ്പോൾ പിശാച് പറയാണ്, no, you will not die. Now she is not able to discern. ആര് പറഞ്ഞതാ ശരി? ദൈവം പറഞ്ഞതാണോ ശരി? പിശാച് പറഞ്ഞതാണോ? മനസ്സിലായില്ലേ? മനസ്സിലായോ? ഇവിടെയാണ് വിസ്ഡം. ഇവിടെ ദൈവത്തിന്റെ ജ്ഞാനത്തിന് മാത്രമേ ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾക്ക് ജ്ഞാനസ്നാനം നൽകിയിരിക്കുന്നത്. അത് തിരിച്ചറിയാനുള്ള വരം അത് യേശുക്രിസ്തുവിനോട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതാണ് സെന്റ് പോൾസ് ടീച്ചിങ്. 1 Corinthians chapter 1 verse 30 says, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ദൈവം അവനെ നമുക്കായി ജ്ഞാനവും നീതിയും പരിത്രാണവും വിശുദ്ധീകരണവുമാക്കിയിരിക്കുന്നു. ദൈവം അവനെ നമുക്ക് ജ്ഞാനമാക്കി നൽകിയിരിക്കുന്നു. So Jesus became the wisdom for us. Please read 1 Corinthians chapter. Exactly അതാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് ടെക്സ്റ്റ്. God made him wisdom for us. Say everybody, God made him wisdom for us. It is due to him that you are in Christ Jesus, who became for us wisdom from God. 1 Corinthians chapter 1:30. അതുകൊണ്ടാണ് എമ്മാനുവേൽ കർത്താവിന്റെ ആത്മാവിന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അപ്പൊ ഈ ദൈവത്തിന്റെ ആത്മാവ് ജ്ഞാനസ്ഥാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നമ്മളിലേക്ക് നൽകിയിരിക്കുന്നത് കൊണ്ടാണ്, ആ ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകുമ്പോഴാണ് നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള ഒരു കണ്ടിന്യൂസ് ഹെൽപ്പ് നമുക്ക് കിട്ടുന്നു. അതാണ് സാൽവേഷനിലെ വലിയ ഒരു പ്ലാൻ, ഓർ ദ കിങ്ഡം ഓഫ് ഗോഡിലെ ഒരു പ്ലാൻ, സോ ദാറ്റ് യു വിൽ നോട്ട് ഡു ദാറ്റ് സെയിം മിസ്റ്റേക്ക്. എന്നിട്ട് അതിനകത്ത് ആറാമത്തെ പറയുന്നത്, ചെന്നായും ആട്ടുംകുട്ടിയും ഒന്നിച്ചു വസിക്കും. അതിന്റെ വെളിച്ചത്തിലാണ് ഈശോ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഈശോ പറഞ്ഞത്, അപ്പോസ്തലന്മാരെ അയച്ചുകൊണ്ട് ചെന്നായ്ക്കളുടെ നാട്ടിലേക്ക് കുഞ്ഞാടുകളെ പോലെ നിന്നെ അയക്കുകയാണ്. Be prudent like a serpent. Be prudent and be simple like a dove. 4 ജീവികളെയാണ് അവിടെ പറയുന്നത്: ചെന്നായി, കുഞ്ഞാട്, സർപ്പന്റ് ആൻഡ് ഡവ്. അപ്പൊ ഈ ചെന്നായി കുഞ്ഞാടും അതെന്താ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ചെന്നായിയുടെ അടുത്തേക്ക് കുഞ്ഞാടിനെ പോലെ നമ്മളെ അയച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? So why he said like, I am sending you to the land of wolf like a lamb. What is the wisdom in that? Wisdom in that is, ചെന്നായി is not sent. കുഞ്ഞാടിനെ അയച്ചിട്ടുള്ളൂ, ചെന്നായിനെ അയച്ചിട്ടില്ല. കുഞ്ഞാട് അയക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞാടിന്റെ ഉള്ളിൽ കൂടെ ആരുണ്ട്? അയച്ചവൻ കൂടെയുണ്ട്. The one who sent is with him or with that lamb. ഇനി ഞാൻ പറയാൻ വന്ന പോയിന്റ് ഇന്റർസെഷന്റെ കാര്യത്തിലാണ്.
ഇന്റർസെക്ഷന്റെ കാര്യത്തിൽ നോക്കി, വേർഡ് 9, എന്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി മുഴുവൻ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഡു യു ബിലീവ് ദാറ്റ് ദിസ് വിൽ ബി ഫുൾഫിൽഡ്? ആരും കണ്ടുന്നില്ല. ഇതാണ് നമുക്ക് ഇന്റർസെക്ഷൻ ആവശ്യമായിട്ടുള്ള വലിയ ഒരു ഫോക്കസ്. അവന്റെ എന്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. ദൈവരാജ്യത്തിന്റെ ആ ഫുൾനെസ് വരുമ്പോൾ, when the kingdom of God come in its full measure, എല്ലാ മനുഷ്യരിലും ത്രിത്വൈക ദൈവം വസിക്കുകയും ദൈവത്തിന്റെ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥ ദൈവരാജ്യത്തിന്റെ. ഇപ്പൊ അതൊരു പേഴ്സണൽ ലെവലിൽ ആരംഭിച്ച് അത് സോഷ്യൽ ലെവലിൽ വന്നു, അതൊരു ഹോൾ കോസ്മിക് ലെവലിൽ വരണം. അതായത് ഇപ്പോ എല്ലാ ജാതി മതസ്ഥരും യേശുവിനെ അറിയുകയും യേശുവിന്റെ ജ്ഞാനത്താൽ നിറയുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ എന്തായിരിക്കും ഈ പ്രപഞ്ചത്തിന്റെ രൂപം? ഞാനൊരു വിസിബിൾ ചേഞ്ച് പറയാം. പെട്ടെന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം, ഉണ്ടാകാൻ എല്ലാ സാധ്യതയുമുള്ള ഒരു കാര്യം. ഉദാഹരണത്തിന് ഇപ്പോൾ ഓൾറെഡി ദർ ഈസ് എ യൂണിയൻ, യൂറോപ്യൻ യൂണിയൻ. കണ്ടോ, 60 വർഷം മുമ്പ് ചിതറി ഒന്ന് നടന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ യൂണിയനായി. ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ദേ ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. എന്ന പോലെ വേൾഡ് യൂണിയൻ മീൻസ് United Nations. So it is already in a trend of a peaceful union among between all the nations. അങ്ങനെ എല്ലാ നാഷൻസിന്റെ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സും സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റും എല്ലാം ഒരു യൂണിയനിലായി കഴിയുമ്പോൾ പിന്നെ അവരെല്ലാം ഭയങ്കര ഫ്രണ്ട്സായി, ഇല്ലേ? കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ ദം. ഈ ഫ്രണ്ട്ഷിപ്പ് വന്നു കഴിയുമ്പോൾ അടുത്തുണ്ടാകുന്ന ചിന്ത, പിന്നെ നമ്മൾ എന്തിനാ യുദ്ധം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കണം? Why do we think about war? We are all friends. ഒരു ഹിസ്റ്റോറിക്കൽ ഡിസിഷൻ ഉണ്ടാകാൻ പോകുന്നത് എന്തായിരിക്കും? So let us cancel all the military of every country. യുണൈറ്റഡ്ലി ഒരു തീരുമാനമെടുക്കുകയാണ്, നമുക്കിപ്പോൾ ഒരു എഗ്രിമെന്റ് ചെയ്യാം, നമ്മൾക്ക് എല്ലാ രാജ്യത്തിൻ്റെയും മിലിറ്ററിയെ ഡിക്ലെയർ ആസ് ക്യാൻസൽഡ്. എന്തിന് ഇത്രയും? യു സി, ഞങ്ങൾ ഇത് വെച്ചൊരിക്കൽ പ്രാർത്ഥിച്ചു. അതൊരു മദർ തെരേസ സിസ്റ്റേഴ്സിന്റെ കോണ്ടംപ്ലേറ്റീവ്സിന്റെ ധ്യാനത്തിൽ ഈ കാര്യം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ വചനം പൂർത്തിയാകും. ഏതാ വചനം? എന്റെ